മോളെ, ഒരു സെർവൻറ്റിനെ നിർത്തണം. വളരെ ക്ഷീണിതയാണ് നിൻ്റെ അമ്മ. പോരെങ്കിൽ ആത്മഹത്യാ ശ്രമവും. ധാരാളം ചോര വാർന്നിട്ടുണ്ട്. മകൻ്റെ എൻഗേജ്മെൻറ്റിന് നിങ്ങളെ രണ്ടാളെയും വിളിക്കാൻ വന്നതാ, അല്ലെങ്കിൽ കാണാമായിരുന്നു. വലിയ കുറ്റവാളിയെപ്പോലെ അവൾ മുഖം കുനിച്ചു നിന്നു. അമ്മ എന്താവും ആൻറ്റിയോട് പറഞ്ഞിരിക്കുക? അവൾക്ക് ഒരു പിടിയും കിട്ടിയില്ല. ആൻറ്റി, ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞവൾ കിച്ചണിൽ പോകാൻ ഭാവിച്ചു. അവളെ തടഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. അച്ഛൻ ഇവിടെ ഇല്ല. നീ പകലിലില്ല. തികച്ചും ഒറ്റപ്പെടൽ. അയൽവാസികളെല്ലാം പല ജോലിക്കും പോകും. അച്ഛൻ്റെ ലീവ് നീട്ടി അടുത്ത ലീവിനെ വരൂ എന്നൊക്കെ പറഞ്ഞു. നിൻ്റെ ജോലി എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല ആൻറ്റി. ചായ ഉടനെ എടുക്കാം. വേണ്ട മോളെ, വേണ്ട. ചായ കുടിക്കാൻ ഇനി സമയമില്ല. പിന്നെ ഒരിക്കലാകാം. വളരെ അത്യാവശ്യം. നിനക്കറിയരുതോ? എല്ലാം ശരി, വരാം എന്ന് പറഞ്ഞവൾ അവളുടെ അമ്മയോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. അവളും പിന്നാലെ ഗേറ്റ് വരെ അനുഗമിച്ചു. ഓക്കെ മോളെ, നീ അമ്മയോട് അടുത്ത് പോകൂ. അവൾ ഗേറ്റടച്ച് അമ്മയുടെ അരികിലെത്തി. അമ്മ കട്ടിലിൽ നിവർന്നു കിടക്കുന്നു. അരവരെ ബെഡ്ഷീറ്റ് പുതച്ചിരിക്കുന്നു. അമ്മ കിടക്കുന്നത് ഒരിക്കലും അവൾ കണ്ടിരുന്നില്ല. ഓടി നടന്ന് ഓരോരോ ജോലികളായിരിക്കും. ഉറങ്ങുന്നതും ഉണരുന്നതും എപ്പോഴെന്നറിയില്ല. ഈ അമ്മയെ ആത്മഹത്യ ചെയ്യാൻ കാരണം താനാണല്ലോ എന്നോർത്തവൾ വിങ്ങി. എൻ്റെ മനസ്സൊന്നു മാറിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു. എനിക്ക് അമ്മയല്ലേ വലുത്. ആരും എനിക്ക് അമ്മയോളം വരില്ല. ആരെയും കണക്കിലെടുത്ത് എൻ്റെ ഈ പൊന്നമ്മയെ നഷ്ടപ്പെടുത്തില്ല. എനിക്ക് ഒന്നും വേണ്ട. അവൾ ചായ ആറ്റിയെടുത്തു. അമ്മയുടെ സമീപമെത്തി. ചായ കുടിക്കമ്മേ, പാകത്തിന് ചൂടുണ്ട്. അമ്മ പുഞ്ചിരിയോടെ എഴുന്നേറ്റിരുന്നു. ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അമ്മയുടെ മടിയിൽ അവൾ തല ചായ്ച്ചു. അപ്പോൾ അവളുടെ മൊബൈൽ റിങ് ചെയ്തു. അത് വിനീഷയായിരുന്നു. അവൾ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു.